നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഗെയിമിംഗ് ആൻഡ് സ്ട്രീമിംഗ് പി സി ആണ്. അപ്പോൾ ഇതിനകത്ത് മോണിറ്റർ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ബഡ്ജറ്റാണ് 1 ലക്ഷം രൂപയുടെ ഈ ഒരു പി സി. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാത്തിലും മെൻഷൻ ചെയ്യുന്ന വെബ്സൈറ്റ്സ് എല്ലാം വളരെയധികം ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ തന്നെയാണ്. നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള MD കമ്പ്യൂട്ടേഴ്സിൻ്റെയും പ്രൈം ABGBയുടെയും വെബ്സൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഒരു PC ഷോപ്പിൻ്റെ വെബ്സൈറ്റ് കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ PC മാർക്കറ്റിൽ എന്താണ് പാർട്സിനുള്ള കറണ്ട് പ്രൈസ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ മേടിക്കണമെന്ന് യാതൊരു രീതിയിലുള്ള നിർബന്ധവും ഇല്ല. വളരെയധികം ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു സെയിം പ്രൈസ് തന്നെയാണ് നമ്മളെ കേരളത്തിലെ PC ഷോപ്പുകളിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു PC യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു PC ബിൽഡിൽ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സർ ഏതാണെന്ന് നോക്കാം. ഇന്റലിലെ i5 12th ജെൻ പ്രൊസസ്സറാണ്. 12400F എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതിനകത്ത് 6 കോറും 12 ത്രെഡുമാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് ക്ലോക്ക് വരുന്നത് 2.50 GHz ടെർബോ ക്ലോക്ക് വരുന്നത് 4.40 GHz ആണ്. അപ്പോൾ ഇതൊരു F സീരീസിലുള്ള പ്രൊസസ്സറാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ വീഡിയോ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ 12th ജനറേഷനിൽ ഒരുപാടധികം വ്യത്യാസം വരുന്നുണ്ട്. അതായത് നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമുക്ക് ഇതിനകത്ത് DDR5 റാമിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് 12th ജെൻ മദർ ബോർഡ് ആയാലും പ്രൊസസ്സർ ആയാലും. പക്ഷേ എല്ലാ മദർ ബോർഡിനും DDR5 റാമിൻ്റെ സപ്പോർട്ട് വരുന്നില്ല. പക്ഷേ പ്രൊസസ്സർ എല്ലാം DDR5 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ DDR5 ഞാൻ ഒരിക്കലും ഇപ്പോഴത്തെ ഇതിൽ സജസ്റ്റ് ചെയ്തില്ല. കാര്യം DDR5 വളരെയധികം ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു ബിൽഡിൽ നമ്മൾ DDR4 വെച്ചാണ് ബിൽഡ് ചെയ്യുന്നത്. സോ അടുത്ത് നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗിഗാബൈറ്റിൻ്റെ B660M DS3H-AX എന്ന് പറയുന്ന മദർ ബോർഡാണ്. ഇത് DDR4 സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് Wi-Fi 6 ആണ് വരുന്നത്. Wi-Fi 5 അല്ല 6 ആണ്. നെക്സ്റ്റ് ലെവലിലുള്ള Wi-Fi ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. ബാൻഡ് വിത്തും വളരെയധികം വലുതായിരിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള Wi-Fi ആയിരിക്കും നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള Wi-Fi ആയിരിക്കും കിട്ടുന്നത്. അടുത്ത നമുക്ക് ഇതിനകത്ത് 4 RAM സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മദർ ബോർഡ് RGB ഫ്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അടുത്ത സ്റ്റോറേജിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ADATയുടെ XPG Gamixൻ്റെ S50 Lite എന്ന് പറയുന്ന ഒരു NVMe ആണ് യൂസ് ചെയ്യുന്നത്. M.2 NVMe ആണ് യൂസ് ചെയ്യുന്നത്. 1 TBയുടെ NVMe ആണ് യൂസ് ചെയ്യുന്നത്. Gen 4 NVMe ആണ്. കാര്യം നമ്മുടെ മദർ ബോർഡ് PCI 3rd ജനറേഷനിലെ PCI Gen 4 ആണ് വരുന്നത്. നെക്സ്റ്റ് ജനറേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ NVMe Gen 4ൻ്റെ NVMe ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. 3000-3500 ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത്. സോ അടുത്ത് നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന റാം എന്ന് പറയുന്നത് ADATയുടെ XPG Gamix D20 എന്ന് പറയുന്ന റാമാണ്. DDR4 16GB റാമാണ്. 3600 MHz റാമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോർസർ വെഞ്ചൻസിൻ്റെ DDR4 16GBയുടെ 3600 MHz റാം യൂസ് ചെയ്യാം. എന്തുകൊണ്ട് 3600 MHz റാം യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 12th ജനറേഷനിൽ നമുക്ക് AMDയിൽ കിട്ടുന്ന കണക്ക് തന്നെ റാം സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ XMP പ്രൊഫൈൽ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3600 MHz റാം യൂസ് ചെയ്യണമെങ്കിൽ അത്രത്തോളം എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് 3200 വരെയാണ് മാക്സിമം DDR4ന് പറഞ്ഞേക്കുന്നത്. DDR5ന് അതിന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ XMP പ്രൊഫൈൽ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 3600 MHz സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രത്തോളം പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് 3600 MHz റാം എടുക്കുന്നത്. സോ അടുത്ത് നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ഗിഗാബൈറ്റിൻ്റെ 650 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ധാരാളമായിരിക്കും. കാര്യം ഈ ഒരു ബിൽഡിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ട് പറയുന്നതാണ്. 650 നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. സോ അടുത്ത ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് ഗിഗാബൈറ്റിൻ്റെ RTX 3050 Eagle 8GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ RTX 3050 ഇപ്പോൾ റിലീസായ പുതിയ ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് ഈ ഒരു PC ബിൽഡിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാര്യം 1660 സൂപ്പർ ഗ്രാഫിക്സ് കാർഡ് നേരത്തെ 18 രൂപയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ഏകദേശം 45,000 രൂപ ആ ഒരു ലെവലിലോട്ട് പോയിട്ടുണ്ട്. കാര്യം മൈനിങ്ങും ക്രിപ്റ്റോ മൈനിങ്ങും കാര്യങ്ങളും കൊണ്ടാണ് അത്രയും പ്രൈസ് ഹൈക്ക് വന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫിക്സ് കാർഡിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതിന് RTX 3050. അപ്പോൾ നമുക്ക് RTX 3050 ഏകദേശം 30 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. നമുക്കൊരു ബോണസ് പോയിന്റ് തന്നെയാണ് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് ഇപ്പോഴത്തെ സ്ഥിതിക്ക്. അതുപോലെ തന്നെ ഇതൊരു RTX ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് നമുക്ക് RTXും DLSSും നമുക്ക് ഗെയിമിങ്ങിലൊക്കെ എനേബിൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. 1660 സൂപ്പറിനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് നമുക്ക് 30,000 രൂപയ്ക്ക് കിട്ടുന്നു ഉള്ളതാണ്. കാര്യം 1660 സൂപ്പർ വെറും 6GB ഗ്രാഫിക്സ് കാർഡാണ്. ഇത് 8GB ഗ്രാഫിക്സ് കാർഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ കോഴ്സൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ റെൻഡറിങ്ങും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനും വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ സ്ട്രീമിംഗ് എൻകോഡറും കൂടി പുതിയതായതുകൊണ്ട് വളരെയധികം സ്മൂത്ത് ആയ പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ്
പ്രൈസ് ഇപ്പോൾ കറണ്ട്ലി 30,000 രൂപയാണ്. 30,000 തൊട്ട് 35,000 രൂപ വരെ പല വേരിയൻറ്റുകൾക്കും വരുന്നുണ്ട്. അതായത് MSI, Inno 3D, അതുപോലെ തന്നെ നോർമൽ ഗിഗാബൈറ്റ് ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിൽ ഏകദേശം 34 ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ ഈഗിൾ എഡിഷൻ നമുക്ക് 30,000 രൂപയ്ക്ക് കിട്ടും. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ്. ഇതിൽ നമ്മൾ ബ്രാൻഡ് ചേഞ്ച് ചെയ്താലും പെർഫോമൻസിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. ചിലപ്പോൾ നമ്മൾ ഫാൻ നോയ്സും അതുപോലെ തന്നെ ഹീറ്റിങ്ങിലുള്ള തെർമൽ ഇഷ്യൂസിൽ ചെറിയ ഡിഫറൻസ് വരാനുള്ള സാധ്യത മാത്രമേ ഈ ഒരു ബ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാഫിക്സ് കാർഡിൽ വരാൻ സാധ്യതയുള്ളൂ. സോ അടുത്ത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ ഐസ് 311 MT എന്ന് പറയുന്ന കേസാണ്. പക്ഷേ കേസ് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. കാര്യം കേസ് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഉള്ള ഒരു കേസ് ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. വൈറ്റ് കേസ് വേണമെങ്കിൽ വൈറ്റ് കേസ് യൂസ് ചെയ്യാം, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാം. സോ അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയ ഓപ്ഷൻ. സോ അടുത്ത് നമ്മൾ ഈ ഒരു PC ബിൽഡിൽ യൂസ് ചെയ്യാൻ പോകുന്ന മോണിറ്റർ എന്ന് പറയുന്നത് ഇവിടെ 3 മോണിറ്റേഴ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കാര്യം ഇതിനകത്ത് ഞാൻ VA പാനൽ വരുന്ന മോണിറ്ററും പറയുന്നുണ്ട്, അതുപോലെ തന്നെ IPS പാനൽ വരുന്ന മോണിറ്ററും പറയുന്നുണ്ട്. അപ്പോൾ IPS പാനൽ വരുന്ന മോണിറ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് വ്യൂയിങ് ആംഗിൾസിൽ യാതൊരു രീതിയിലുള്ള ഇഷ്യൂസും കാണില്ല. പക്ഷേ നിങ്ങൾക്ക് കർവ് മോണിറ്ററാണ് വരുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് VA പാനലുള്ള മോണിറ്റർ ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ കർവ് മോണിറ്റർ ആകുമ്പോൾ നമുക്ക് വ്യൂയിങ് ആംഗിളിലൊക്കെ ചെറിയ ടിൻറ്റിങ് ഇഷ്യൂസൊക്കെ കാണാൻ സാധിക്കും. അത്രത്തോളം നല്ല വ്യൂയിങ് ആംഗിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ IPS പാനലെ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കർവ് വേണമെന്നുണ്ടെങ്കിൽ VA പാനലായിട്ടുള്ള മോണിറ്റർ എടുക്കാം. പെർഫോമൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയായിരിക്കും. ഈ ഒരു വ്യൂയിങ് ആംഗിളിലുള്ള ചെറിയ ഇഷ്യൂസും അതുപോലെ തന്നെ റെസ്പോൺസ് റേറ്റിലും ചെറിയ ഡിഫറൻസ് വരുന്നത്. സോ നമ്മൾ ആദ്യത്തെ മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഏസറിൻ്റെ കർവ് 27 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. ഇതിനകത്ത് VA പാനലാണ് വരുന്നത്. അതുപോലെ തന്നെ 165 Hz ആണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ ഒരു മോണിറ്റർ തന്നെയാണ്. ഈ ഒരു PCക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു മോണിറ്ററാണ്. അടുത്ത നമ്മൾ രണ്ടാമത്തെ മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഏസറിൻ്റെ BG270S എന്ന് പറയുന്ന 27 ഇഞ്ചിൻ്റെ IPS പാനൽ വരുന്ന മോണിറ്ററാണ്. ഇതിൻ്റെ റീഫ്രഷ് റേറ്റും 165 Hz തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസ്പോൺസ് റേറ്റ് വരുന്നത് 0.5 millisecond ആണ്. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് ആയ റെസ്പോൺസ് റേറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു മോണിറ്ററിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു IPS പാനൽ മോണിറ്ററാണ്. മൂന്നാമത്തെ മോണിറ്റർ എന്ന് പറയുന്നത് ഗിഗാബൈറ്റിൻ്റെ G27FC എന്ന് പറയുന്ന മോണിറ്ററാണ്. അപ്പോൾ ഇതൊരു VA പാനൽ വരുന്ന മോണിറ്ററാണ്. അതുപോലെ തന്നെ ഇതൊരു കർവ് മോണിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത് 165 Hz തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മോണിറ്റേഴ്സിൻ്റെയും 1080p ഫുൾ HD മോണിറ്റേഴ്സാണ്. അതുപോലെ തന്നെ 165 Hz ആണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത്. ഇതിനകത്ത് എല്ലാ മോണിറ്റേഴ്സിലും HDMI കേബിളും DP കേബിളിനുള്ള പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ മോണിറ്റർ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയ ഓപ്ഷൻ. ഒരു 15-17 ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന 27 ഇഞ്ചിൻ്റെ മോണിറ്ററാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ ഇനിയും കുറച്ച് മോണിറ്റേഴ്സ് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാര്യം വളരെയധികം കുറച്ച് ആൾക്കാർ മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും.